ഈ കൃപാസനം പോലെയുള്ള ഇടങ്ങളിൽ ഞാൻ പലയിടത്തും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. വിവിധങ്ങളായ ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം ഉണ്ട്. അത്തരം ഇടങ്ങളിലേക്ക് ആളുകൾ പോവുക പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമ്പോഴൊക്കെയാണ്. പലപ്പോഴും ആത്മാവിൽ ദരിദ്രരായവർ ഈ ഇടങ്ങളിലേക്ക് പോകുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രത്തെ കൃത്യമായി മനസ്സിലാക്കാത്തവർ പോകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന ഇടങ്ങളായി അവ മാറുന്നുണ്ട്. അതേസമയം അവിടെ അന്ധവിശ്വാസം, വിഗ്രഹാരാധന, ദൈവശാസ്ത്ര വിരുദ്ധമായ പഠിപ്പിക്കലുകൾ എന്നിവയുണ്ടോ എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കൃപാസനത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെയൊന്നും നടക്കുന്നില്ല. അതേസമയം പരിശുദ്ധ മറിയത്തോട് നടത്തേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് അവിടെ നടത്തുന്നത്. അതുവഴി വിശ്വാസത്തിലേക്ക്, രക്ഷാകര പദ്ധതിയിലേക്ക്, ത്രിയേക ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന മാർഗം, അതായത് വണക്കം മാത്രമാണ് പാടുള്ളത്, ആരാധന പാടില്ല. ഇതാണ് അവരെല്ലാം നൽകിയൊരു കാര്യം.